ഹലോ എവ്രി വൺ. ഇൻട്രോ തന്ന സമയം കളയുന്നില്ല, സ്ട്രേറ്റ് ഇൻ ടു ദ ടോപ്പിക്. ഒരു ബിസിനസ് എത്രത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നും അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നും മനസ്സിലാക്കുന്നതിനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ P&L അക്കൗണ്ട് ആൻഡ് ദ ബാലൻസ് ഷീറ്റ്. ഇവ രണ്ടിനെയും പറ്റി വിശദമായി നോക്കാം. ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, മോസ്റ്റ്ലി 1 ഇയറിൽ, ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റും ലോസും എത്രയാണെന്ന് മനസ്സിലാക്കാനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ഇത് ബിസിനസിന്റെ എല്ലാ വരുമാനവും ചെലവും റെക്കോർഡ് ചെയ്യുന്നു. അതുവഴി നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കൃത്യമായി മെഷർ ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇൻകം എക്സ്പെൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ ബിസിനസ് നെറ്റ് പ്രോഫിറ്റിലായിരിക്കും, നേരെ തിരിച്ചാണെങ്കിൽ നെറ്റ് ലോസിലും. ഡയറക്റ്റ് എക്സ്പെൻസസ് ആയ വേജസും പർച്ചേസിനുള്ള ഗതാഗത ചെലവുകളും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയ വാടക, ശമ്പളം, പരസ്യ ചെലവ് എന്നിവയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടും. അതുപോലെ ഓപ്പറേറ്റിംഗ് ഇൻകം ആയ സെയിൽസും അതർ ഇൻകം ആയ കമ്മീഷനും ഇതിലാണ് പെടുക. ബാലൻസ് ഷീറ്റ് ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെയാണ് കാണിക്കുന്നത്. ബിസിനസിന്റെ അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ എന്നിവ ഇതിലൂടെ മനസ്സിലാക്കാം. അസറ്റ്സ് ഇൻക്ലൂഡ് ക്യാഷ്, ഇൻവെന്ററി, ബിൽഡിംഗ്സ്, ഡെറ്റേഴ്സ് ആൻഡ് മെഷീനറി. Liabilities include creditors, loans and outstanding expenses, means expenses that are due but not yet paid. Capital എന്നാൽ നിങ്ങൾക്കറിയാം, ഓണേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്. P&L അക്കൗണ്ടിന് ശേഷമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുവഴി ടോട്ടൽ അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് എത്രത്തോളം സമ്പാദിച്ചു എന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പറഞ്ഞു തരുന്നത്. ബാലൻസ് ഷീറ്റ് ബിസിനസിന്റെ ഉടമസ്ഥതയിൽ എന്തൊക്കെയുണ്ടെന്നും എത്രത്തോളം കടമുണ്ടെന്നും കാണിക്കുന്നു. ഇവയിലൂടെയാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ പറ്റിയുള്ള ക്ലിയർ പിക്ചർ നമുക്ക് ലഭിക്കുന്നത്. ഇതുവഴി ഓണേഴ്സിന് കമ്പനിയിൽ കൊണ്ടുവരേണ്ടതായ മാറ്റങ്ങളെയും നിയന്ത്രണങ്ങളെയും പറ്റി ഒരു വ്യക്തത ലഭിക്കുന്നു. That's all. മറ്റൊരു ബിസിനസ് സ്റ്റഡീസ് ടോപ്പിക്കുമായി വീണ്ടും കാണാം. Until then, goodbye and take care.